ഫുട്ബോൾ ആരവത്തിൽ ലയിച്ചു ചേർന്ന് തോന്നൂർക്കര. കാവും പാടവും സാക്ഷിയാക്കി വേവ്സ് ക്ലബിന്റെ ലോകകപ്പ് ലഹരി. പ്രകൃതി ഭംഗിയും ഫുട്ബോൾ ആവേശവും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന കാൽപന്തിന്റെ വസന്തത്തിനാണ് തോന്നൂർക്കര എമ്മൂർക്കാവ് കാവും പരിസരവും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അതിന്റെ എല്ലാ വീര്യത്തോടും കൂടി നെഞ്ചിലേറ്റുകയാണ് ഇവിടുത്തെ കായിക പ്രേമികൾ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ മനോഹരമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കാണികൾക്കായി ഒരു പ്രത്യേക ഫുട്ബോൾ വിരുന്ന് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമത്തിലെ ഫുട്ബോൾ ആവേശം വാനോളം ഉയർത്തുന്നത് ഇവിടുത്തെ ഏമൂർക്കാവ് വേവ്സ് ക്ലബ്ബാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളുടെ ഫ്ലക്സുകളും കട്ടൌട്ടുകളും ഉയർത്തി അവർ തോന്നൂർക്കരയെ ഒരു മിനി ഫുട്ബോൾ വേദിയാക്കി മാറ്റിയിരിക്കുന്നു. പ്രവാസി സുഹൃത്തുക്കളായ അക്ബർ, സിറാജ്, ശ്രീകുമാർ എന്നിവരുടെ പൂർണ്ണ സഹകരണത്തോടെ അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ 50 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ടാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ വേവ്സ് നമുക്കാവ് ടീമിന്റെ ഒരു ഇതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചത് ചെറിയ ഇതുപോലത്തെ ഒരു ഫ്ലക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ചില ബ്രസീൽ ഫാൻസൊക്കെ കൂടിയിട്ട് ഞങ്ങളൊന്ന് വെല്ലുവിളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഈ വലുത് കയറ്റിയത്. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് കയറ്റിയതാണ്. ഞങ്ങൾ 32 അംഗങ്ങളല്ല 32 അംഗങ്ങൾ ഞങ്ങൾ ഈ ക്ലബ്ബുമായിട്ട് പ്രവർത്തനമുണ്ട്. പിന്നെ പല ടീമുകളുണ്ട്, പോർച്ചുഗലുണ്ട്. ഇതെല്ലാവരും ക്ലബിൻ്റെ കീഴിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രകൃതിയുടെ പച്ചപ്പിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന മെസ്സി ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. എന്നാൽ കാര്യം കിടക്കുന്നത് കട്ടൌട്ടുകളുടെ ഉയരത്തിലല്ല, മറിച്ച് കളിക്കളത്തിലാണ് എന്ന ശക്തമായ പ്രഖ്യാപനവുമായി ബ്രസീൽ ആരാധകരും ഒട്ടും പിന്നിലല്ല. നെയ്മറുടെ കൂറ്റൻ കട്ടൌട്ടും ഒപ്പം ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ മുൻനിര ടീമുകളുടെയും താരങ്ങളുടെയും ഫ്ലക്സുകളും സ്ഥാപിച്ചവർ ഗ്രാമത്തെ ആവേശപൂരത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആദ്യം നമ്മുടെ പോർച്ചുഗലുകാരെ അങ്ങോട്ട് വെച്ചു, പിന്നെ അർജന്റീനക്കാരെ അങ്ങോട്ട് പൂശി വിട്ടു. അപ്പൊ നമ്മള് വെക്കുന്നില്ല വെച്ചത്. അപ്പൊ എല്ലാം ചെറിയ ഫ്ലക്സ് വെച്ചായതുകൊണ്ട് പിന്നെ നമ്മള് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുക വെച്ചിട്ട് മാറ്റം എല്ലാവർക്കും വേണമല്ലോ. അപ്പൊ ഒരു കട്ടൗട്ട് ഞങ്ങള് പൂശി ബ്രസീൽ ഫാൻസുകാര്. പിന്നെ ഇവര് അർജന്റീനയുടെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഒരു വലിയ പ്രവാസി മെസ്സിനെ അങ്ങോട്ട് പൂശി. പ്രവാസി മെസ്സിയുടെ വലിയൊരു കട്ടൗട്ട് അവര് വെച്ച് എല്ലാവരും ഒത്തുതീർന്ന് ഞങ്ങൾ അടിപൊളിയാക്കി വിട്ടു. പിന്നെ സ്പെയിൻ്റെ നമ്മുടെ കൂട്ടുകാരെ ഷാപ്പി ഇടുക്കിയിൽ വർക്ക് ചെയ്യണം. അവന് വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് ഫ്ലക്സും കാര്യങ്ങളും കട്ടൗട്ട് അല്ല ഇതൊക്കെ വെച്ചതും. ബാക്കി പറഞ്ഞു പിടിച്ചോ. അതെ, അതൊരു വാശി പോലെ ഒരു വാശി കയറിയപ്പോ എന്തായി, അത് ഇത്രയും ഹൈറ്റിൽ പൊട്ടി. വേൾഡ് കപ്പ് പിന്നെ നോക്കാനൊന്നും ഇല്ല. വിവ ബ്രസീൽ നമ്മൾ തൂക്കും. ജപ്പാന്റെ ഒപ്പം 2026 ലോകകപ്പ് ബ്രസീൽ അടിക്കും. അടിച്ചേ പറ്റൂ, എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളൂ. കഴിഞ്ഞ 4 വർഷമായി പ്രദേശത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വേവ്സ് ക്ലബിൽ 32 അംഗങ്ങളാണുള്ളത്. ഫുട്ബോൾ ആവേശം മാത്രം ലഹരിയാക്കിയ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയാണിത്. ലോകകപ്പ് മത്സരങ്ങൾ നേരിട്ട് കാണുവാൻ ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച പ്രൊജക്ടറും വലിയ സ്ക്രീനും ഒരുക്കിയിട്ടുണ്ട്. അപ്പോ സംഭവം ഫസ്റ്റ് നമ്മളൊന്നൊരു എല്ലാരും ഒന്ന് പ്രകോപനം കൊള്ളിക്കുക എന്നുള്ള ഒരു ലെവലില് ഒരു ഫ്ലെക്സ് വെക്കുക എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ എല്ലാരും ഒന്ന് വാശി പിടിപ്പിക്കുന്ന രീതിക്ക് ഞങ്ങള് വെക്കടതിന് മേലെ എന്നുള്ള ഒരു ഡയലോഗ് വെച്ച് നമ്മളൊരു ഫ്ലെക്സ് പൊക്കി. അപ്പൊ നമ്മള് വിചാരിച്ച് ഇവര് ബാഹുബലി സെറ്റപ്പ് കളിക്കില്ല, ഇവരൊരു ഫ്ലെക്സ് വെക്കില്ല, കട്ടൗട്ട് വെക്കില്ല എന്നുള്ള ലെവലിലാണ് നമ്മള്. അപ്പോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഈ വലിയ ഫ്ലെക്സ് വെക്കുന്നതും എല്ലാരും ഒന്ന് വാശി പിടിച്ചു. ഈ വേൾഡ് കപ്പിന്റെ ആവേശം കൂട്ടുന്നതെല്ലാം ഒരു രീതിക്കായിരുന്നു. അപ്പോ ഒന്നുമില്ല, കപ്പ് നമ്മുടെ അണ്ണൻ തന്നെ അടിക്കും. പോർച്ചുഗൽ. കാവും പ്രകൃതിയും നൽകുന്ന തണുത്ത കാറ്റേറ്റ് തലയുയർത്തി നിൽക്കുന്ന തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ഫ്ലക്സും കട്ടൌട്ടും കാണുവാൻ നിരവധി കാണികളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. മത്സരം നടക്കുമ്പോൾ ഗ്രൗണ്ടിലും ആരാധകർക്കിടയിലും വീറും വാശിയും ഒക്കെ ഉണ്ടാകും. എന്നാൽ കളി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കളിയിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് ഞങ്ങളുടെ കരുത്തെന്ന് വേവ്സ് ക്ലബ് അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. ഈ ഫുട്ബോള് സമയം വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ ഞങ്ങളുടെ ഒരു ലഹരിയാണ്. ഈ ക്ലബിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം എല്ലാവരും എല്ലാ ടീമിനെയും സഹകരിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും ഞങ്ങൾ കളി കാണലൊക്കെ ഒരു പ്രൊജക്ടറൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് കളി കാണുള്ളൂ. പക്ഷെ ഈ ടീമിന്റെ ഒരു
ഭാഗം നോക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ ടീമിനോടുള്ള ഒരു വാശിപ്പുറം കാരണമാണ് ഇന്ന് ഈ നിലയ്ക്ക് ഓരോ ഫ്ലക്സും കയറിയത്. ഓരോ ഫ്ലക്സും വെക്കുമ്പോഴും എല്ലാവരും അതെ, കൂടെ ചേർന്നിട്ടാണ്, ഒത്തൊരുമയിൽ തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണതും. നാടിന്റെ നന്മയും സൗഹൃദവും കൈവിടാതെ കളിലഹരിയെ നെഞ്ചേറ്റുന്ന തോന്നൂർക്കരയിലെ വേവ്സ് ക്ലബ് മാതൃകാപരമായ ഒരു ഫുട്ബോൾ സംസ്കാരത്തിനാണ് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. CCV ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക.